blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. മറ്റുള്ളവരോട് കൂടെ ഇത് കാണുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഒത്തിരി പേർ ഇതിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ സാധ്യമാക്കി തീർത്തതിൻ്റെ സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ഇപ്പോൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ഡൽഹിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിനും നല്ല ഭാവിക്കുമായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കുണ്ടറയിൽ നിന്നുള്ള കനകമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളും തന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. ആലപ്പുഴയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകളുടെ വിവാഹം എത്രയും വേഗം നടക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എറണാകുളത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിയുടെ മകന് വളരെ നല്ല യോജിച്ച ഒരു ജീവിത പങ്കാളി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉമ്മണ്ണൂരിൽ നിന്നുള്ള JK ഘോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ അനീഷിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. DHA എക്സാം എത്രയും വേഗം പാസ്സാകാൻ അങ്ങ് സഹായിക്കണമേ. റാന്നിയിൽ നിന്നുള്ള PM മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ ഹാബി മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുവൈറ്റിൽ തനിക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ പിന്നിൽ പ്രവർത്തിച്ച ഇതിനെ സാധ്യമാക്കിയ ഓരോ വ്യക്തിയെയും കുടുംബത്തെ അവരുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ലേക്കുള്ള ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാനും ആഘോഷിക്കുവാനുമായി ന്യൂ ഇയർ സർവീസ് 2016 ഡിസംബർ 31 വ്യാഴാഴ്ച രാത്രി 10 മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484422211 www.blessingtoday.tv. ഈ സഹോദരി 5 വർഷത്തിന് മുൻപ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു ബേക്കറിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ താൻ കസേരയിട്ട് മുകളിൽ കയറി എന്തോ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ അത് തെന്നി താഴെ വീണു. മുട്ട് തറയിലിടിച്ചു. എൻ്റെ മുട്ടിന് സാരമായ പരിക്കുകൾ പറ്റി. താൻ ആശുപത്രിയിൽ പോയി അത് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഏകദേശം 3 ആഴ്ചകളാണ് അന്ന് പ്ലാസ്റ്റർ ഇട്ടത്. പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം അത് ഊരിയിട്ട് തനിക്ക് പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ അത് പതുക്കെ ഇങ്ങനെ കുറയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. എന്നാൽ താൻ പറയുന്നത് കൃത്യം 1 വർഷം കഴിയുന്ന സമയത്ത് തനിക്ക് അത് വേദന കഠിനമായി താൻ പിന്നെയും ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്റർ ഇടണം എന്ന് പറഞ്ഞു. ഈ ഇടുപ്പ് മുതൽ താഴെ വരെ ഫുള്ളായിട്ട് തന്നെ പ്ലാസ്റ്റർ ഇട്ട് വീണ്ടും ഒരു 4 ആഴ്ച കൂടെ തനിക്ക് കിടക്കേണ്ടതായിട്ട് വന്നു. അതിനിടയിൽ അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസത്തിനിടയിൽ വേദന പിന്നെയും കൂടി. ഈ പ്ലാസ്റ്റർ ഊരിയതിന് ശേഷവും വേദന പിന്നെയും കൂടി കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മുട്ടിനിടയിൽ പഴുപ്പുണ്ട്, ആ പഴുപ്പ് കുത്തിയെടുത്തിട്ടുള്ളൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ആ ഒരു സർജറിയും ചെയ്തു. സഹോദരി പറയുന്നത് ഈ 3 പ്രാവശ്യം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും വേദന ഒരല്പം പോലും കുറഞ്ഞില്ല എന്ന് മാത്രമല്ല തനിക്ക് ആ വേദന കൂടി വന്നു. താൻ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ അങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഒരു തവണ വെക്കേഷൻ ബൈബിൾ സ്കൂളിൻ്റെ കാര്യത്തിന് മക്കളെ വിടുന്ന കാര്യത്തിന് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് താൻ വരുന്ന സമയത്ത് തൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സഹോദരിയാണ് സുമ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ കൊല്ലം ബ്ലെസ്സിങ് സെൻറ്ററിൽ കുറേയധികം നാളുകളായിട്ട് വരുന്നൊരു സഹോദരിയാണ്. ഈ സഹോദരി പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് പറഞ്ഞു. സഹോദരി പറയുന്നത് അന്ന് ഇവിടെ കൊല്ലം ബ്ലെസ്സിങ് സെൻറ്ററിൻ്റെ ആ ഒരു വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഈ സഹോദരിയുടെ തോളിൽ പിടിച്ച് മുടന്തി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സഹോദരി ആ മീറ്റിങ്ങിൽ വരുന്നത്. എന്നാൽ കർത്താവ് ചെയ്ത അത്ഭുതം,
ആ മീറ്റിങ്ങിനിടയിൽ വെച്ച് എപ്പോഴാണ് എങ്ങനെയാണെന്നറിയില്ല, ആ മീറ്റിങ്ങിനിടയിൽ വെച്ച് അതിന് മുൻപുള്ള 1.5 വർഷത്തോളമുള്ള കഠിന വേദന, ആ നിമിഷം സർജറി ചെയ്തിട്ട് പോലും സൗഖ്യമാകാത്ത വേദന, ആ ഓൺ ദ സ്പോട്ട് ആ മീറ്റിങ്ങിൽ വെച്ച് സൗഖ്യമായി. അതിനുശേഷം ഇന്ന് വരെ തൻ്റെ കാൽമുട്ടുകൾക്ക് യാതൊരു പ്രശ്നവും, കാല് സംബന്ധമായി യാതൊരു പ്രശ്നവുമില്ലെന്നാണ് ആ സഹോദരി പറയുന്നത്. ശരിയാണോ സിസ്റ്റർ പറയുന്നത്? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇന്നുവരെ കാല് സംബന്ധമായിട്ട് ഒന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇപ്പം എത്ര നാളായി ഇത് മാറിയിട്ട്? ഇപ്പം മാറിയിട്ട് 1 വർഷം. കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയാണ് ഞാൻ വരുന്നത്. പിന്നെ ഇന്ന് വരെ ആ കാലിന് ഒരു പ്രശ്നവും എനിക്കില്ല. ഓക്കെ, ഈ മാർച്ച് ആകുമ്പോഴത്തേനും അടുത്ത ദുഃഖ വെള്ളിയാഴ്ച ആവുകയാണ്. വെള്ളിയാഴ്ച 1 വർഷമായിട്ട് കാലിന് ഒരു പ്രശ്നവും ഇല്ലാതെ. കൈകളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അതുപോലെ തന്നെ ഈ സഹോദരിയുടെ മകള് ഫാഷൻ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. മകള് ഒത്തിരി സങ്കടത്തോടെ പറഞ്ഞു ഞാനത് ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സഹോദരി നമ്മുടെ പ്രെയർ സെൻറ്ററിലും നമ്മുടെ ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകരോടൊക്കെ വിളിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവ് ചെയ്ത അത്ഭുതം, ആ ഒരു റിസൾട്ട് വന്നപ്പോൾ ആകെ 2 പേർക്കാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിരുന്നത്. അതിലൊന്ന് ഈ സഹോദരിയുടെ മകളായിരുന്നു. കൈകളടിച്ച് കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. അതുപോലെ തന്നെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ പോകുന്ന കാര്യങ്ങളൊന്നും ഭർത്താവ് അങ്ങനെ ഒത്തിരി ഇഷ്ടമൊന്നും അല്ലാത്ത ആളായിരുന്നു. പക്ഷേ ഈ സഹോദരിയുടെ സൗഖ്യങ്ങളും കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളും എല്ലാം കണ്ട് ഇപ്പോൾ ഏത് മീറ്റിങ്ങിന് പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, പരിപൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ ചേർന്ന് കൈകളടിച്ച് കൈകൾ നീട്ടി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ധാരാളമായി ഈ മകളുടെ മേൽ അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, കാത്തിരിക്കുന്നതിന് പകരം നമുക്കൊക്കെ പിറുപിറുപ്പാണ് പൊതുവെ വരാറുള്ളത്. അയ്യോ, എന്തുകൊണ്ടാണ് കർത്താവ് ഇത് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കാത്തത്? എന്നെ മാത്രം ദൈവം കൈവിട്ടുവല്ലോ, എനിക്കൊന്നും നന്മ കർത്താവ് തരില്ല, എൻ്റെ കാര്യത്തിലൊന്നും ദൈവത്തിന് യാതൊരു എന്നെ ഗവനിക്കുന്നില്ല, ദൈവത്തിന് മുഖപക്ഷമുണ്ടാകും, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾ എന്തിനാ തള്ളിക്കളഞ്ഞിരിക്കുന്നത്, ഞാൻ എന്നും കഷ്ടപ്പെടാൻ വേണ്ടി തന്നെയായിട്ട് ദൈവം എൻ്റെ തലയിൽ വരച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ മകനും മകളുമാണ്. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ പോലും നമുക്കൊരു തീരുമാനമുണ്ട്. 18 വയസ്സായാൽ ഉടനടി പെൺകുട്ടിയെ കെട്ടിച്ചു വിടണമെന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. പകരം അവളെ പഠിപ്പിക്കണം, അവരൊരു ജോലിയിലേക്കാക്കണം, എന്നിട്ട് അവളെ ഏറ്റവും നല്ലൊരു പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അവൾ 18 വയസ്സിൽ ആഗ്രഹിച്ചാൽ പോലും ഏതൊരു മാതാപിതാക്കളും ഏറ്റവും നല്ലൊരു പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ അതിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിലെ മാതാപിതാക്കൾ അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലെ കർത്താവ് നമ്മുടെ ഭാവിയെക്കുറിച്ച് എത്രയധികം ചിന്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വേഗത്തിൽ ഒരു നന്മ കിട്ടാത്തതിൽ ഒരിക്കലും പരാതിപ്പെടരുത്, കർത്താവിൻ്റെ മുൻപിൽ വരാതിരിക്കരുത്. കാരണം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹം വലിയൊരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി കാത്തിരുന്ന ആയിരക്കണക്കിന് സന്ദർഭങ്ങൾ പറയുവാൻ സാധിക്കും. എപ്പോൾ 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 എന്ന് ഞാൻ ചോദിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷെ കർത്താവിന് വേണ്ടി പിറുപിറുക്കാതെ മുറുമുറുക്കാതെ കാത്തിരിക്കുമ്പോൾ അവൻ്റെ സമയത്താണ് അവൻ നമ്മെ പുറത്തു കൊണ്ടുവരുന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ ഞാൻ ഇങ്ങനെ ഒരു മിനിസ്ട്രി ചെയ്യുന്ന ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. വിവാഹത്തിന് മുൻപേ, വിവാഹാലോചന വരുന്നതിന് മുൻപേ ഇങ്ങനെ ശുശ്രൂഷയിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം ആദ്യത്തെ 5 വർഷങ്ങൾ മൈക്രോഫോൺ എടുത്ത് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അടുക്കളയിൽ മാത്രം ഞാൻ ഒതുങ്ങി നിന്നിരുന്ന, 2 കുഞ്ഞുങ്ങളെ നോക്കി മാത്രം ഇരുന്നിരുന്ന ഒരു വീട്ടമ്മ മാത്രമായിരുന്നു ഞാൻ. എന്നാൽ അന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നാണ് ഞാൻ പുറത്തു വരുന്നത്? കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാത്തിരിപ്പിന്റെ സമയം എനിക്കൊരിക്കലും ഒരു വേസ്റ്റിംഗ് ടൈം ആയിരുന്നില്ല. പിന്നെ ഞാൻ പുറത്തു വന്നത് അതിശക്തിയോടെയായിരുന്നു. കാരണം കാത്തിരിപ്പിന്റെ സമയങ്ങൾ ഒന്നും നഷ്ടത്തിന്റെ സമയമല്ല. കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന സമയമാണ്. എത്ര പേർ ചേർന്ന് ഉറക്കെ ഒരു ഹല്ലേലൂയ പറയുക? അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ, ചേർന്ന് പറയാമോ, അവർ ശക്തിയെ പുതുക്കും. കർത്താവിന് വേണ്ടി ഒരുവൻ കാത്തിരിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രത്യേകത,
അവൻ ശക്തിയെ പുതുക്കിയിരിക്കും. എന്താ സാധാരണ പുതുക്കുന്നത്? എന്താണ് സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, പാസ്പോർട്ട് പുതുക്കുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നു. കാരണം എന്താണ്? കാലാവധി ഉള്ള ചില കാര്യങ്ങളുണ്ട്, അതിനെയാണ് എന്ത് ചെയ്യുന്നത്? സാധാരണ എന്ത് ചെയ്യുന്നത്? പുതുക്കുന്നത്. എക്സ്പയറി ഡേറ്റ് എന്ന് പറയും. കാലാവധി ഉള്ളതിനെയാണ് എന്ത് ചെയ്യുന്നത്? പുതുക്കുന്നത്. കാലാവധി തീരുന്നതിന് മുൻപ് നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു പുതിയൊരെണ്ണം എടുക്കുമ്പോൾ അതുപോലെ തന്നെയുള്ള മറ്റൊന്ന്, അതേ അധികാരമുള്ള, അതേ മൂല്യമുള്ള മറ്റൊന്ന് നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? പുതുക്കമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നോക്കൂ, അതിൻ്റെ അർത്ഥം കർത്താവിന് വേണ്ടി ഒരുവൻ കാത്തിരിക്കുമ്പോൾ ചോർന്നു പോയിട്ടുള്ള ചിലതിനെ, കാലാവധി കഴിയാറായ ചിലതിനെ, കാലാവധി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കർത്താവ് എന്ത് ചെയ്തു? പുതുക്കി കൊടുക്കും. ഹല്ലേലൂയ. 60 വയസ്സിലായി, ഇനിയിപ്പോ 70 വയസ്സും കൂടിയേ ഞാൻ ജീവിക്കുള്ളൂ, കല്ലറയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് നിങ്ങൾ ആരും പറയരുത്. കാലാവധി കഴിഞ്ഞാൻ പോയി എന്ന് പറയുന്ന ആരോഗ്യമാണെങ്കിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ ആ ആരോഗ്യത്തെ പുതുക്കി യൗവനമാക്കി തരാൻ കർത്താവിന് സാധിക്കും. യേശുവിനോട് ഞാൻ കാത്തിരിക്കും എന്ന് പറയാമെങ്കിൽ നീ മരണത്തിലേക്ക് പോകയില്ല, നീ ജീവനിലേക്ക് പോകും. കാലാവധി കഴിയാറായതിനെ പുതുക്കി അത് ശക്തിയോടെ കർത്താവ് നിന്റെ കയ്യിലേക്ക് തിരികെ തരും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാല്. അടുത്ത ഭാഗത്ത് കാണുന്ന കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി, അവന്റെ പ്രത്യേകത, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. എങ്ങനെ കയറും? കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അവനൊരു എന്താ പറയുക, ഒരു കോഴിക്കുഞ്ഞിനെ പോലെ ആകുമെന്നല്ല, ഒരു പ്രാവിനെ പോലെ ആകുമെന്നല്ല, മറിച്ചൊരു കഴുകനെ പോലെ ആയിത്തീരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കഴുകനെ പോലെ. എന്തുകൊണ്ട്? മറ്റൊരു ജീവിയെക്കുറിച്ചും മറ്റൊരു പക്ഷിയെക്കുറിച്ചും ഉപമിക്കാതെ കഴുകനെ പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞത്. കഴുകനെ കുറിച്ച് പഠിക്കുന്ന കുറച്ച് നല്ലതാണ്. കഴുകന്റെ പ്രത്യേകത, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ എന്നുള്ളത്. 1 മീറ്റർ പറക്കുന്ന ആളല്ല, മൈലുകൾ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഒരു പക്ഷിയാണ് ഈ കഴുകൻ എന്നുള്ളത്. എന്ന് മാത്രമല്ല, കഴുകന്റെ പ്രത്യേക, ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഈ കഴുകൻ പറക്കുന്നത്. സാധാരണ പക്ഷികൾ ഒരു സാധാരണ ലെവലിൽ പറക്കുമ്പോൾ ഇത് മുകളിലേക്ക്, സൂര്യന് അഭിമുഖമായി മുകളിലേക്ക് നോക്കി പറക്കുന്ന ഒരു പക്ഷിയാണ് ഈ കഴുകൻ എന്നുള്ളത്. എന്ന് മാത്രമല്ല, കഴുകന്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ മുകളിൽ പറക്കാൻ സാധിക്കും. സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ഒരു ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭൂകമ്പത്തെക്കുറിച്ച് ചില പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോൾ ഈ കൊടുങ്കാറ്റിനെ ഏറ്റവും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുന്ന, വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു പക്ഷിയാണ്, അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ജീവജാലമാണ് കഴുകൻ എന്ന് പറയുന്നത്. സാധാരണ ഇത്തരം വലിയ കൊടുങ്കാറ്റൊരു ദേശത്തേക്ക് വരുമ്പോൾ പക്ഷികൾ, മൃഗങ്ങൾ, മരങ്ങൾ എല്ലാം കടപുഴകി വീഴുന്നു, സർവനാശം സംഭവിക്കുമ്പോൾ കൊടുങ്കാറ്റ്, അത് ചുഴലിക്കാറ്റാണെങ്കിൽ പോലും അത് അടിച്ചു വരുന്നതിൻ്റെ മുകളിലേക്ക് വളരെ പെട്ടെന്ന് കഴുകൻ പറക്കും. എന്നിട്ട് കഴുകൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഭൂമിയിൽ എന്തോ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുകയാണ്. അതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു തരട്ടെ? കഴുകൻ്റെ പ്രത്യേകത, പ്രശ്നത്തിൻ്റെ മുകളിലൂടെ പറക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന ഈ പ്രശ്നം നമ്മളെയും കൊണ്ട് പോകുന്ന, ഈ പ്രശ്നം കൊണ്ട് ഞാൻ മുങ്ങിപ്പോകും, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഞാൻ തകർന്നു പോകുമെന്ന ഒരിക്കലുമില്ല. നിങ്ങൾ യേശുവിനെ വിളിച്ച് യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ നിങ്ങൾ മുങ്ങിപ്പോകില്ല. പകരം ഈ പ്രശ്നത്തിൻ്റെ മുകളിലൂടെ പറക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ മാറാനായിട്ട് പോകുകയാണ്. ഉയരത്തിൽ പറക്കുക എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴെയുള്ള കാര്യങ്ങളൊക്കെ എത്ര ചെറുതായിരിക്കും. സാധാരണ നമ്മൾ പറയാറുണ്ട്, വിമാനത്തിൽ കയറിയിട്ട്, എയ്റോപ്ലെയിനിൽ കയറിയിട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട ഒരു വലിയ ഉയരമുള്ളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ, ഫ്ലാറ്റിൻ്റെ മുകളിൽ കയറിയതിന് ശേഷം താഴേക്ക് നോക്കിയാൽ കാറും ബസ്സും ഒക്കെ എത്ര ചെറുതായിട്ടാണ് കാണുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഭയങ്കര ചെറുതായിട്ട് തോന്നും. സാധാരണ ഒരു പാമ്പ്, ഭൂമിയിലൂടെ ഇഴഞ്ഞ് നടക്കുന്നൊരു പാമ്പ് ഒരു കോഴിയുടെ സമീപം എത്തിക്കഴിഞ്ഞാൽ ആ കോഴി എത്ര വലിയ ഒച്ചയായിരിക്കും എടുക്കുന്നത്, എന്ത് വലിയ പൊല്ലാപ്പുകളായിരിക്കും ഉണ്ടാക്കുന്നത്. പേടിച്ച്, ഭയപ്പെട്ട്, പരിഭ്രമിച്ച് ആ കോഴി എത്ര വലിയ ഒച്ചയെടുക്കും. കാരണം അത് താഴെ നിൽക്കുന്ന ജീവിയാണ്. എന്നാൽ ഒരു കഴുകനെ സംബന്ധിച്ചിടത്തോളം, ഒരു
പാമ്പ് ഒരു ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് കിലോമീറ്ററുകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് കഴുകൻ കാണുകയാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പാമ്പിനെ ഉന്നം വെച്ച് താഴേക്ക് പറന്നു വന്ന് അതിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി തൻ്റെ മാളത്തിൽ കൊണ്ടുപോയി വെച്ചിരുന്ന് കഴിക്കും. ഹല്ലേലൂയ. അതാണ് ഒരു കഴുകൻ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, ചെറിയ പ്രശ്നങ്ങൾ പോലും സാധാരണക്കാർക്ക് ഒരു വലിയ പ്രശ്നമായിരിക്കുമ്പോൾ യേശുവിനെ കാത്തിരിക്കുന്ന വ്യക്തിക്ക് പ്രശ്നം ഒരു പ്രശ്നമല്ല. ഇന്ന് നിങ്ങൾ അനുഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, കടഭാരങ്ങൾ, ജപ്തിയുടെ പ്രശ്നങ്ങൾ, മറ്റു പല പ്രശ്നങ്ങൾ, സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നത്തിൻ്റെ നടുവിലും നിങ്ങൾ ഒരിക്കലും മുങ്ങിപ്പോകാതെ സമാധാനത്തോടുകൂടെ തന്നെ യേശുവിനെ വിളിച്ച് ആരാധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം നിങ്ങൾ യേശുവിനെ കാത്തിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട്. മനസ്സിലായവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. കഴുകൻ്റെ പ്രത്യേകത, കഴുകൻ പാർപ്പിടം വളരെ ഉയരത്തിൽ വെക്കുന്ന ഒരു പക്ഷിയാണ്. വളരെ ഉയരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പാർപ്പിടം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ. സാധാരണ പക്ഷികളൊക്കെ സസ്യങ്ങളുടെ അല്ലെങ്കിൽ മരങ്ങളുടെ, വൃക്ഷങ്ങളുടെ മുകളിലാണ് പക്ഷികൾ കൂടൊരുക്കുന്നത്. എന്നാൽ കഴുകൻ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ മുകളിലല്ല കൂടൊരുക്കുന്നത്. പകരം ഏതെങ്കിലും പർവ്വതത്തിൻ്റെ മുകളിലുള്ള പാറയുടെ ഇടുക്കിലായിരിക്കും കഴുകൻ കൂട് വെക്കുന്നത്. കാരണം കാറ്റ് വന്നാൽ അവന് പേടിയില്ല, ഭൂകമ്പം വന്നാൽ അവന് പേടിയില്ല, വലിയ പ്രശ്നങ്ങൾ വന്നാൽ അവന് പേടിയില്ല. അവൻ്റെ ഇരിപ്പ് പാറയ്ക്കകത്താ. ഹല്ലേലൂയ. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? നിങ്ങൾ യേശുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നെങ്കിൽ ഇതുപോലുള്ളൊരു സുരക്ഷിത സ്ഥാനത്താണ് കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്, ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പാറയുടെ പിളർപ്പിൽ അല്ലെങ്കിൽ കർത്താവിൽ മറഞ്ഞിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അടുത്ത ഭാഗത്ത് നാം കാണുന്നു, ഈ കഴുകന്റെ പ്രത്യേകത, അവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ചിറകിലാണ് അവൻ്റെ ശക്തി ഇരിക്കുന്നത്. എവിടെയാണ് അതിൻ്റെ ശക്തി ഇരിക്കുന്നത്? കാരണം ചിറകടിച്ച് കയറും അല്ലെങ്കിൽ പറക്കും എന്നാണ് നാം കാണുന്നത്. എന്തിലാണ് അവൻ്റെ ശക്തി ഇരിക്കുന്നത്? ചിറകിൽ. കാരണം ഇത്രയും ഉയരം യാത്ര ചെയ്യണമെങ്കിൽ, ഇത്രയും ദൂരം സഞ്ചരിക്കണമെങ്കിൽ കഴുകൻ അവൻ്റെ ചിറകിന് ശക്തി കൂടിയേ പറ്റൂ. 2 ചിറകുകളിൽ ശക്തിയുണ്ട്. എന്തിനു പറയണം? അവരുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് പോലും ചിറകിലെടുത്തുകൊണ്ടാണ്. ചില സമയങ്ങളിൽ അവരുടെ കുഞ്ഞുങ്ങൾ പറക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പറക്കണമെന്നുള്ള അത് അവർക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ പാറയുടെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് കൂട്ടിനകത്ത് നിന്ന് കുഞ്ഞുങ്ങളെ താഴേക്ക് തള്ളിയങ്ങിടും. താഴെ വന്ന് നിലംപരിചാകും എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തള്ളക്കഴുകൻ താഴേക്ക് വന്ന് ആ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിലെടുത്ത് വീണ്ടും മുകളിലേക്ക് പറന്ന് പിന്നെയും താഴേക്കിടും. അങ്ങനെ താഴേക്കും മുകളിലേക്കും പോകുന്നതിനിടയിൽ ഈ കുഞ്ഞുങ്ങൾ പറക്കുവാനായിട്ട് പഠിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ആ ചിറകിന് തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ വഹിച്ചുകൊണ്ട് പറക്കാനുള്ള ശക്തി ആ ചിറകിനുണ്ട്. ഹല്ലേലൂയ. യേശു കൂടെ ഉള്ളപ്പോൾ നിങ്ങളൊരു കഴുകൻ്റെ പോലെ ശക്തിയുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ, ചില പ്രയാസ ഘട്ടങ്ങളിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ഏത് തീരുമാനമെടുക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ യേശുവിൻ്റെ ശക്തിയുള്ള കഴുകന്മാരായി, എന്തിനെ വഹിക്കുവാൻ പറ്റുന്ന ശക്തിയുള്ളവരായി കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ബൈബിളിൽ ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്, ഞാൻ നിങ്ങളെ എൻ്റെ ചിറകിൽ വഹിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് കർത്താവ് പറയുന്നത്. കർത്താവ് തന്നെ ഒരു കഴുകനെ പോലെ ഇസ്രായേലിനെ വഹിച്ചിരിക്കുന്നു. അപ്പോൾ എത്ര ശക്തിയുള്ളതാണ് കഴുകൻ്റെ ചിറകുകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നാൽ ചില സമയങ്ങളിൽ കഴുകൻ്റെ ചിറകുകൾ, തൂവലുകൾ അതിന് നഷ്ടമാകും. ഇത്തരം സമയങ്ങളിൽ തൂവലുകളുടെ എണ്ണം കുറയും തോറും ചിറകുകളുടെ ശക്തി കുറയും. പണത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ പുലികൾ പലരിനകത്തുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ബിസിനസ് തകർന്നു, പലതും തകർന്ന് നിമിത്തമായി ചിറകുകൾ പോയി, അല്ലെങ്കിൽ തൂവലുകൾ നഷ്ടപ്പെട്ടു, ക്ഷീണിച്ച് തളർന്ന് ഒറ്റയ്ക്കായി. പഴയ കമ്പനികളില്ല, പഴയ കൂട്ടുകാരില്ല, പഴയ ബന്ധങ്ങളില്ല, പഴയ പാർട്ടികളില്ല. ഇതുപോലെ കഴുകനും ചില സമയങ്ങളിൽ ചിറകുകൾ, തൂവലുകൾ നഷ്ടമായി ശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് കഴുകൻ ഒരിക്കലും എൻ്റെ ജീവിതം തീർന്നു എന്ന്
എന്ന് പറഞ്ഞ് നിരാശപ്പെടാറില്ല. പകരം പാറയുടെ മുകളിൽ കയറിയിരുന്നിട്ട് വേറെ ഏതെങ്കിലും 1-2 തൂവലും കൊണ്ടെങ്കിൽ അതുകൂടെ തൻ്റെ കൊക്കുകൊണ്ട് അതുകൂടെ തൻ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റി ഒരു തൂവൽ പോലും ഇല്ലാത്ത വിധത്തിൽ അവൻ പാറയുടെ മുകളിൽ കയറി നിൽക്കും. മറ്റു പക്ഷികളൊക്കെ ചിന്തിക്കും, അയ്യോ എത്ര ഉയരെ പറന്നവനാ, എത്ര വലിയ കാര്യങ്ങൾ ചെയ്തവനാ, ഒരു കാലത്ത് എത്ര വലിയ ജയന്റായിരുന്നു, എന്നാൽ ഇന്ന് അവൻ്റെ സ്ഥിതി കണ്ടില്ലേ എന്ന് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഒരു പക്ഷെ പോകുന്നുണ്ടായിരിക്കാം, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ കഴുകനൊരു വാസ്തവം അറിയാം. കഴുകൻ്റെ പ്രത്യേകത, തൂവലുകൾ പോയി കഴിഞ്ഞാൽ പുതിയ തൂവലുകൾ വരും. ആ സ്ഥലത്ത് വരുന്ന തൂവലുകൾ പഴയ തൂവലുകളെക്കാൾ ശക്തിമത്തായിരിക്കും. അത് യൗവനത്തിൻ്റെ തൂവലുകളായിരിക്കും. ഹല്ലേലൂയ. പുതിയ തൂവലുകൾ ലഭിക്കുന്ന കഴുകൻ്റെ പ്രത്യേകത, അവൻ പണ്ട് പറന്നതിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ പിന്നീട് അവന് പറക്കാൻ സാധിക്കുക. ഇതാ സംഭവിക്കുന്നത്. കർത്താവിന് വേണ്ടി കർത്താവില്ലാത്ത കാലഘട്ടത്തിൽ പലതും ചെയ്ത് കാണാം, പലതും പ്രവർത്തിച്ച് കാണാം, പല നഷ്ടങ്ങളും വന്ന് കാണാം. എന്നാൽ കർത്താവിൻ്റെ കയ്യെ നീ ഇന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു പുതിയ തൂവൽ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. അതൊരു പുതിയ ശക്തിയായിരിക്കും, പഴയതുപോലെയല്ല. കർത്താവിൻ്റെ ഒപ്പം ഒരു ബിസിനസ്, കർത്താവിൻ്റെ ഒപ്പം ഒരു ജീവിതം, കർത്താവിൻ്റെ ഒപ്പം ഒരു കുടുംബ ജീവിതം, അത് തകർന്നു പോകയില്ല. 2016 ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാനും ആഘോഷിക്കുവാനുമായി ന്യൂ ഇയർ സർവീസ് 2016 ഡിസംബർ 31 വ്യാഴാഴ്ച രാത്രി 10 മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484422211 www.blessingtoday.tv. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഇപ്പോൾ തന്നെ അങ്ങ് കർത്താവ് കൈകൾ നീട്ടി രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ദൈവികമായ രോഗസൗഖ്യം അനേകർക്ക് കർത്താവ് ഇപ്പോൾ അങ്ങ് നൽകണമേ. താങ്ക് യു ഫാദർ. ബ്രസ്റ്റ് ക്യാൻസർ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അങ്ങനെയുള്ള സഹോദരിമാർ ഇപ്പോൾ തന്നെ ഉള്ളിൽ വിശ്വസിക്കുക, ഇല്ല എൻ്റെ ജീവിതം തീരുകയല്ല, തുടങ്ങുകയാണ്, യേശുവിനോടൊപ്പം തുടങ്ങുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ ഹെർണിയ രോഗമുള്ള ചിലർ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. അപസ്മാരം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. മാരകമായ പല രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുക. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ചില കുട്ടികൾക്ക് ഇത്ര വയസ്സാകുമ്പോൾ ഹാർട്ടിൻ്റെ സർജറി പറഞ്ഞിരിക്കുന്നത്, ഹാർട്ടിൽ ഹോളോ മറ്റു പ്രശ്നങ്ങളുള്ളവർ. എന്നാൽ ആ സമയത്ത് ഒരു സർജറി നടക്കേണ്ടി വരികയില്ല, അതിന് മുൻപ് തന്നെ കർത്താവ് അവരെ സൗഖ്യമാക്കിയാണ്. ഉള്ളിൽ വളരുന്ന ചില ട്യൂമറുകൾ, സിസ്റ്റുകൾ, ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡിൻ്റെ ടെസ്റ്റ് റിസൾട്ടുമായി വളരെ ഭയന്ന് നിൽക്കുന്ന ചില വ്യക്തികൾ, അതിൽ ചില ഭയങ്കരമായ വേരിയേഷനുണ്ട്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലഡ് പൂർണ്ണമായും സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. വിടുതലുകൾക്കായി നന്ദി. ബ്ലീഡിംഗ് നിൽക്കട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഫിസ്റ്റുല തുടങ്ങിയ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കാഴ്ചശക്തി കുറഞ്ഞു പോയ ചിലരുടെ കാഴ്ചശക്തി തിരികെ വരികയാണ്. ഇൻ ജീസസ്. നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണിലേക്ക് കൈകൾ എടുത്ത് വെച്ച് ഇപ്പോൾ ആ സൗഖ്യത്തെ സ്വീകരിക്കുക. ഹിയറിംഗ് ലോസ്, കാതുകളുടെ കേൾവി ശക്തി കുറഞ്ഞതും യേശുവിൻ്റെ നാമത്തിൽ തിരികെ വരട്ടെ. കഴുത്ത് സ്റ്റിഫായിട്ട് തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പാൻക്രിയാറ്റിക് ക്യാൻസർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. 2 കാലിൽ നീരി വന്നിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് അവരെ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം.
താങ്ക് യു ഫാദർ. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗമോ വിഷയമോ എന്താണേലും ഒരു വലിയ വിടുതൽ ഇപ്പോൾ സ്വീകരിക്കുക. കർത്താവെ, എല്ലാവരെയും അങ്ങ് തൊടുന്നതിനായി നന്ദി, വിടുതലുകൾ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി. രോഗങ്ങളിൽ നിന്നും വിടുതൽ കൊടുത്തതിനായി നന്ദി, ദുശ്ശീലങ്ങളിൽ നിന്ന് വിടുതൽ കൊടുത്തതിനായി നന്ദി. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജനത്തെ വിടുവിക്കണമേ. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. ഇൻ്റർവ്യൂ സക്സസ് ആകാൻ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. കർത്താവ് പ്രവർത്തിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നാളെ നമ്മുടെ എപ്പിസോഡ് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. അതുകൊണ്ട് ഒരു 10 പേരോടെങ്കിലും നാളത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി നിങ്ങൾ പറയണം. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണുവാൻ അനേകരോട് ആവശ്യപ്പെടുക. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് നാളത്തെ സ്പെഷ്യൽ എപ്പിസോഡിലൂടെ ഒത്തിരി പേരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാകുക. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള വിവിധ പ്രസിദ്ധീകരണങ്ങൾ, CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് ഓഫീസ് ടൈമിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വിളിക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you all. Bye-bye.